കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ തിരുവനന്തപുരം ജില്ലാ സമ്മേളനം സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ ഹാളിൽ നടന്നു. കൗൺസിൽ പ്രസിഡന്റ് OC നവീൻ ചന്ദ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നമുക്ക് കുറേ കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ട്. കാരണം നമ്മളൊക്കെ പണിയെടുക്കുന്നത് നമുക്ക് ജീവിക്കാൻ വേണ്ടിയാണ്. നമ്മളെ മക്കളെ പോറ്റണം, അവരുടെ വിദ്യാഭ്യാസം, മാന്യമായ ഒരു ശമ്പളം വേണം. ആ ശമ്പളത്തിന് വേണ്ടി നമ്മൾ ഈ കഷ്ടപ്പെടുന്നത് അതിനനുസരിച്ചുള്ള ശമ്പളം എന്താണോ നമ്മൾ ജോലി ചെയ്യുന്നത്, നമ്മൾ അധ്വാനത്തിന്റെ ഫലം നമുക്ക് കിട്ടിയിരിക്കണം. അപ്പോൾ ഏറ്റവും അവസാനമായി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് 23,650 രൂപയാണ്. ആ സാലറി നമുക്ക് കിട്ടിയിരിക്കണം. പക്ഷെ അത് പ്രഖ്യാപിക്കാതെ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മരുന്ന് ഷാപ്പ് മുതലാളിമാരുടെ എന്തോ ഒരു പ്രശ്നം കാരണം തൽക്കാലത്തേക്ക് അത് പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷെ നമുക്ക് അതിന് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ആരും പ്രഖ്യാപിക്കില്ല. അതുകൊണ്ട് എനിക്ക് ഇവിടെ ഞാൻ വരുന്ന ഇനി കമ്മിറ്റി ആയി കഴിഞ്ഞാലും നിങ്ങളോടൊക്കെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നമുക്ക് ഈ ശമ്പളം അനുവദിക്കണം. അതായത് നേരത്തെ നിശ്ചയിച്ചിട്ടുള്ള മിനിമം വേതനം ഉടൻ പ്രഖ്യാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെയാണ് ലേബർ കമ്മീഷൻ ഓഫീസ് ട്രിവാൻഡ്രത്തിൽ ഒരു മാർച്ചും ധർണയും. രാവിലെ ഒരു ദിവസം ഒന്നും വേണ്ട, ഒരു 12 മണി വരെ നമ്മൾ ഒരു സമയം കണ്ടെത്തി രാവിലെ അവിടത്തേക്ക് മാർച്ച് 11 മണിക്ക് അവിടെ എത്തി, 10-11 മണിക്ക് അവിടെ എത്തി, 1 മണിക്കൂർ നേരം ധർണ നടത്തി അവിടെ ഒരു മെമ്മോറാണ്ടം കൊടുത്ത് തൊഴിൽ വകുപ്പ് മന്ത്രിയെയും കണ്ട് അവിടെയും കാര്യങ്ങൾ ധരിപ്പിച്ചുകൊണ്ട് ഒരു സമരം നടത്തി കഴിഞ്ഞാൽ ഉറപ്പാണ് അതിന്റെ 1 മാസം കൊണ്ടെങ്കിലും അത് പ്രഖ്യാപിക്കുമെന്നത്. PN ബിജുലാൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ KPPA ജില്ലാ കമ്മിറ്റി ഏർപ്പെടുത്തിയ ജോബ് പോർട്ടൽ കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം T സതീശൻ നിർവഹിച്ചു. ഏതൊരു പ്രൊഫഷനായാലും, ഫാർമസി പ്രൊഫഷനായാലും മറ്റേത് പ്രൊഫഷനായാലും, നിങ്ങളുടെ ജോലി കറക്റ്റായി ചെയ്യുകയാണെങ്കിൽ നിങ്ങളത് മരണം സംഭവിച്ചാൽ തന്നെ നിങ്ങളുടെ പേരായിരിക്കും നാളെ എഴുത്തി കാണിക്കുക. അത്തരം ഫാർമസിസ്റ്റുകളെയും നമുക്ക് വാർത്തെടുക്കേണ്ടതായി ഉണ്ട്. അത്തരം ഫാർമസിസ്റ്റുകൾ പല കടകളിലും നമ്മൾ ചെല്ലുമ്പോൾ ഫാർമസിസ്റ്റുകൾ വെറും ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ആയിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അവർ ഫാർമസിസ്റ്റ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ പുറകുവശത്ത് ബില്ല് എൻട്രി ചെയ്യുന്ന ഒരു ജോലി മാത്രമാണ് ഫാർമസിസ്റ്റ് ചെയ്യുന്നത്. അതാവരുത്. ഇന്നത്തെ ക്ലാസ്സുകളിലുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് നിങ്ങൾ ഒരു മികച്ച ഫാർമസിസ്റ്റ് ആവുക എന്നതാണ് ഈ നമ്മുടെ എല്ലാവരുടെയും ഉദ്ദേശം. അത് തന്നെ ആവണം. നമ്മുടെ ഇവിടെ ഒരു ജോബ് പോർട്ടൽ ആരംഭിക്കുന്നുണ്ട്. ഇതിനോട് കൂടെ തന്നെ അതിന്റെ ഉദ്ദേശം തന്നെ മിനിമം സാലറി ഇപ്പോൾ 23,200 രൂപയാണ് ലേബർ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിരിക്കുന്നത്. ആ സാലറി കൊടുത്തുകൊണ്ട് ഫാർമസിസ്റ്റുകളെ അതിലേക്ക് നിയമിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നിയമിക്കുന്ന ഫാർമസികളിൽ നിന്നുമുള്ള ഡേറ്റാസ് നമ്മൾ വാങ്ങിക്കുകയും നിങ്ങളുടെ ഡേറ്റാസ് അവർക്ക് കൈമാറുകയും നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ഞങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യുന്ന തിരുവനന്തപുരം ജില്ലയുടെ കേരള പ്രൈവറ്റ് ഫാർമസി അസോസിയേഷനായി മാറുകയാണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഏരിയയിൽ നിങ്ങൾക്കൊരു ജോബ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ സമീപിക്കുകയും ഞങ്ങൾ ആ ഏരിയയിലുള്ള ഫാർമസിസ്റ്റുകൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെ അവിടത്തേക്ക് കണക്ട് ചെയ്യുകയും നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ഞങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യും. സമ്മേളനത്തിൽ ഷിസി പകൽക്കുറിയെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായും ബിജുലാലിനെ ജില്ലാ പ്രസിഡന്റായും വിജീഷിനെ ട്രഷററായും തിരഞ്ഞെടുത്തു. ഫാർമസിസ്റ്റുകൾക്ക് ഈ നാട്ടിൽ നമുക്ക് ലഭിക്കുന്ന ഒരു അംഗീകാരമാണ്. ആ അംഗീകാരത്തിന് മാത്രം ലഭിച്ചാൽ മതിയോ? അംഗീകാരം മാത്രം ലഭിച്ചാൽ മതിയോ? നമ്മുടെ മുന്നിലെ ചോദ്യം അതാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മൾ ജീവിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട്. മറ്റുള്ളവർക്കൊപ്പം നമുക്കും അന്തസ്സായി ജീവിക്കാൻ കഴിയുന്ന ഒരു തൊഴിൽ എന്നുള്ള നിലയ്ക്കാണ് നമ്മളെല്ലാം ഇതിനെ കണ്ടെത്തിയത്. ഫാർമസി പ്രൊഫഷനെ നമ്മുടെ വീട്ടിലെ അച്ഛനും അമ്മയും നമ്മളെ ഒരു ഫാർമസിസ്റ്റ് ആക്കുന്നതിന് വേണ്ടി എന്തെല്ലാം കഷ്ടപ്പാടുകൾ സഹിച്ചും ഫാർമസിസ്റ്റ് ആക്കി മാറ്റിയതിനു ശേഷം അവന്റെ ജീവിതത്തിൽ മുന്നോട്ടുള്ള പോക്കിൽ അവർക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നെങ്കിൽ അതിന്റെ ഉത്തരവാദി നമ്മൾ കൂടിയാണ്. നമ്മുടെ സംസ്ഥാനത്ത് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഫാർമസിസ്റ്റുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് നമ്മൾ സംഘടിക്കണമെന്ന് പറയുമ്പോൾ നമ്മളെല്ലാം കാണേണ്ടത് നമ്മളുടെ പോലെ തന്നെ പ്രൊഫഷണൽ രംഗത്ത് പ്രവർത്തിക്കുന്ന മറ്റ് പലരെയും അവർ മാതൃകയാക്കണം. സംസ്ഥാനത്തെ സ്വകാര്യ മേഖലയിലെ ഫാർമസിസ്റ്റുമാരുടെ മിനിമം വേതനം എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണമെന്ന് ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. ചടങ്ങിന് വർക്കല MLA അഡ്വക്കേറ്റ് P ജോയ് ആശംസകൾ അറിയിച്ചു. KPPA നടത്തുന്ന ഈ ജില്ലാ കൺവെൻഷന് അതീവ പ്രാധാന്യമുണ്ട്. അതിന് എൻ്റെ എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും നേരുകയാണ്. ബാലകൃഷ്ണൻ മലപ്പുറം, യോഹന്നാൻ കുട്ടി, അൻസാരി, ശ്രീകുമാർ, വിനോദസ്, അമ്പിളി, ട്രോജ, ജയകുമാർ ആലപ്പുഴ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഭാരത് വിഷൻ, തിരുവനന്തപുരം.